ജേക്കബ് തോമസിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചു. സർക്കാരിന്റെ അനുവാദമില്ലാതെയാണ് പുസ്തകം എഴുതിയത് എന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് കെ.സി. ജോസഫ് കത്ത് നൽകി ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, എന്തുകൊണ്ടാണ് പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചത്? മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നറിയിച്ചത് എന്ത് കാരണത്താലാണ്? അരുൺ, ഇന്ന് വൈകുന്നേരം 5 മണിക്കായിരുന്നു മുൻ വിജിലൻസ് ഡയറക്ടറായ DGP കൂടിയായ ജേക്കബ് തോമസിന്റെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ആത്മകഥയുടെ പ്രകാശനം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് നിശ്ചയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് വളരെ വിവാദമായ ചില പരാമർശങ്ങളുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നതായിരുന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകൾ. പാറ്റൂർ അടക്കമുള്ള കേസുകളിൽ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ജേക്കബ് തോമസ് അന്വേഷിച്ച റിപ്പോർട്ട് ലോകായുക്ത പൂഴ്ത്തി എന്നതായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നത്. അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായും മുൻ മന്ത്രി കെ ബാബുവിനെതിരായും ഗുരുതരമായ ചില പരാമർശങ്ങളും പുസ്തകത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഒപ്പം സിവിൽ സപ്ലൈസ് MD ആയിരിക്കെ തനിക്ക് അന്നത്തെ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില ദുരനുഭവങ്ങൾ ഉണ്ടായതായും പുസ്തകത്തിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നു. അങ്ങനെ മൊത്തം രാഷ്ട്രീയപരമായി വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് തന്നെ പുറത്ത് വന്ന വാർത്തകളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തു നിന്നും മുൻ മന്ത്രി കെ.സി. ജോസഫ് MLA, മുൻ മന്ത്രിയായ കെ.സി. ജോസഫ്, നിലവിലത്തെ MLA കെ.സി. ജോസഫ്, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയത്. ഈ കത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. വളരെ വിവാദപരമായ പരാമർശങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഗമായുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രകാശന ചടങ്ങിൽ നിന്നും ജേക്കബ് തോമസിൻ്റെ വകുപ്പ് മേധാവി അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കണമെന്നതായിരുന്നു കത്തിലെ ആവശ്യം. ഇന്ന് രാവിലെയോടുകൂടിയാണ് കെ.സി. ജോസഫ് ഇത്തരത്തിൽ ഒരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയത്. വളരെ വേഗം തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഈ വിവരം ജേക്കബ് തോമസിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ അല്പസമയങ്ങൾക്ക് മുമ്പ് ഒരു സന്ദേശവും മാധ്യമങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങ് മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനാൽ അല്ലെങ്കിൽ ഈ ചടങ്ങ് മാറ്റിവെക്കുകയാണ് എന്നറിയിച്ചുകൊണ്ടുള്ള ജേക്കബ് തോമസിന്റെ സന്ദേശവും അല്പസമയങ്ങൾക്ക് മുമ്പ് പുറത്തെത്തിയായിരുന്നു. അദ്ദേഹം സാങ്കേതികപരമായി ഇപ്പോഴും സർവീസിലുള്ള ആളാണ്, വിരമിച്ചിട്ടില്ല. ഇങ്ങനെ നിയമപരമായി അതിന്റെ സാധുതകൾ, സാധ്യതകൾ ഒക്കെ വിഘാതമായി നിൽക്കുന്നുണ്ടോ? ഇവയൊക്കെ പരിഗണിച്ചാണോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലൊരു തീരുമാനം? അരുൺ, IPS ഉദ്യോഗസ്ഥരുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ വളരെ കൃത്യമായി പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് അവരുടെ പ്രത്യേകിച്ച് വകുപ്പ് അധ്യക്ഷന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിനോ പുസ്തകം എഴുതുന്നതിനോ ഒന്നും വിലക്കില്ല. പക്ഷേ അതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നതാണ് ഇതിൻ്റെ ഭാഗമായി പറയുന്നത്. ഇവിടെ ജേക്കബ് തോമസ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നോ എന്ന കാര്യം നിലവിൽ നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ വിവാദപരമായ പരാമർശങ്ങൾ ഉള്ളതിനാൽ ഒരുപക്ഷെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ധാരണയുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ ചടങ്ങിൽ നിന്നും പങ്കെടുക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരുന്നത്. ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടതാവുന്ന ചില നിഷ്കർഷകൾ ഈ കാര്യത്തിലുണ്ട്. ഒപ്പം ഇത് നേരത്തെ കോടതി അടക്കമുള്ള ആളുകളെ ഒക്കെ, ലോകായുക്ത അടക്കമുള്ളവയെ വിമർശിച്ചുകൊണ്ടുള്ള വരികൾ ഇതിൻ്റെ ഭാഗമായി ഉള്ളതിനാൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായി കൂടിയായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഒപ്പം മറ്റ് വിശദാംശങ്ങൾ ഇനി അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ഇതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടായിരുന്നു പുസ്തകം എഴുതുന്നതിന് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും നിലവിലത്തെ ഈ മണിക്കൂറിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ കോലാഹലത്തോടുകൂടി ഇന്ന് പ്രകാശനം ചെയ്യാനിരുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങ് പങ്കെടുക്കുന്നില്ല എന്ന കാരണത്താൽ മുഖ്യമന്ത്രിയും ഒപ്പം പിന്നീട് ഈ ചടങ്ങ് റദ്ദാക്കുകയാണെന്ന് ജേക്കബ് തോമസും ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നു. അരുൺ, എസ് ജീവൻകുമാർ ന്യൂസ് റൂമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.